പാറയ്ക്കലിനെ വെട്ടിയൊതുക്കി പി കെ ബഷീർ, കോൺഗ്രസ് തൃശങ്കുവിൽ. 10 നാൾ നീണ്ട മുഖ്യമന്ത്രി തർക്കത്തിന് ശേഷം പിന്നീടുണ്ടായ തർക്കമാണ് ആരൊക്കെ ഏതെല്ലാം വകുപ്പുകൾ ഭരിക്കും എന്നുള്ളത്. മന്ത്രിമാരെ സംബന്ധിച്ച് മാരത്തൺ ചർച്ച നടത്തിയെങ്കിലും തീരുമാനമൊന്നുമായില്ല. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മുസ്ലിം ലീഗ് ഇന്നലെ ഉന്നതാധികാര സമിതി യോഗം ചേർന്ന് 5 പേരെ മന്ത്രിസ്ഥാനത്തേക്ക് തീരുമാനിച്ചിരുന്നു. പി കെ കുഞ്ഞാലിക്കുട്ടി, പാറയ്ക്കൽ അബ്ദുള്ള, കെ എം ഷാജി, എൻ ഷംസുദ്ദീൻ, പിന്നീട് 5ാം മന്ത്രിയായി വരുന്നത് വി അബ്ദുൽ ഗഫൂറോ, എ കെ എം അഷ്റഫോ ആയിരിക്കുമെന്ന് ലീഗ് ഇന്നലെ അറിയിച്ചിരുന്നു. എന്നാൽ ഇന്ന് പുലർച്ചെയായപ്പോഴേക്കും വലിയ ഒരു അട്ടിമറി ലീഗിൽ ഉണ്ടായിരിക്കുകയാണ്. പി കെ ബഷീറിനെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇന്നലെ ലീഗ് ഈ 5 പേരുടെ പേര് അനൗദ്യോഗികമായി പ്രഖ്യാപിച്ചത്. എന്നാൽ ഇന്ന് ചേർന്ന നിയമസഭാ കക്ഷിയോഗത്തിൽ പി കെ ബഷീർ ഇതാ വിസ്മയം പോലെ തിരികെ വന്നിരിക്കുന്നു. തൻ്റെ സർവ്വശക്തിയും എടുത്തുകൊണ്ട് പി കെ ബഷീർ തിരിച്ചു വന്നിരിക്കുന്നു. 2011 മുതൽ നിയമസഭാ സാമാജികനായ പി കെ ബഷീർ അങ്ങ് നേതൃത്വത്തിന് വഴങ്ങിക്കൊടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹം ഇതാ പാറയ്ക്കൽ അബ്ദുള്ളയെ വെട്ടി ഒതുക്കിക്കൊണ്ട് മന്ത്രിസ്ഥാനത്തേക്ക് കടന്നു വന്നിരിക്കുന്നു. അങ്ങനെ ലീഗിൽ പി കെ ബഷീർ വലിയ വിസ്മയമാണ് തീർത്തിരിക്കുന്നത്. ഇനി കോൺഗ്രസിലേക്ക് വന്നാൽ അവിടെ കൂട്ട അടിയാണ്. ഇതുവരെയും തീരുമാനമൊന്നുമായില്ല. ഇന്നലെ മന്ത്രിസ്ഥാനമോ സ്പീക്കർ സ്ഥാനമോ തരാമെന്ന് പറഞ്ഞ് തിരുവഞ്ചൂരിനെ സമാധാനിപ്പിച്ചെങ്കിലും അദ്ദേഹം ഒരു വിധത്തിൽ സ്പീക്കർ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. എന്ന് മാത്രമല്ല, മന്ത്രിസ്ഥാനം ഒഴികെ തനിക്ക് മറ്റൊന്നും വേണ്ട എന്നുള്ള നിലപാടിലേക്കായിരുന്നു ഇന്നലെ രാത്രി വരെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തിച്ചേർന്നത്. എന്നാൽ ഇന്ന് പകലോടുകൂടി തനിക്ക് സ്പീക്കർ സ്ഥാനമായാലും കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് തിരുവഞ്ചൂർ അയയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനി മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഷാനിമോൾ ഉസ്മാനെയും ടി സിദ്ദിഖിനെയും IC ബാലകൃഷ്ണനെയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് കോൺഗ്രസിന് മുന്നിലുള്ള അടുത്ത ദൗത്യം. അതാണ് ഇപ്പോൾ കീറാമുട്ടിയായി നിൽക്കുന്നത്. ഷാനിമോൾ ഉസ്മാൻ വി ഡി സതീശന്റെ അടുത്ത ആളാണ്. വി ഡി സതീശനെ പൂർണ്ണമായും അനുകൂലിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് വി ഡി സതീശൻ വിഭാഗം പറയുന്നത് ഷാനിമോൾ ഉസ്മാനെ പരിഗണിക്കണം. കാരണം തെക്കൻ കേരളത്തിൽ ഒരു മുസ്ലിം പ്രാതിനിധ്യം ഉണ്ടാകണം. അതുകൊണ്ട് ഷാനിമോൾ ഉസ്മാൻ തന്നെയാണ് അതിന് ഏറ്റവും യോഗ്യതയുള്ളയാൾ എന്നാണ് വി ഡി സതീശൻ വിഭാഗം വാദിക്കുന്നത്. എന്നാൽ ടി സിദ്ദിഖിന് വേണ്ടി KC വേണുഗോപാൽ സജീവമായി രംഗത്തുണ്ട്. അദ്ദേഹം പറയുന്നത് വയനാട്ടിൽ നിന്ന് വന്ന ആളാണ് ടി സിദ്ദിഖ്. വയനാടിന് വലിയ പ്രാധാന്യമുണ്ട്. അവിടെ പ്രിയങ്ക ഗാന്ധി അടക്കം മത്സരിച്ച ജില്ലയാണ്. അതുകൊണ്ട് ടി സിദ്ദിഖിനെ ഉൾപ്പെടുത്തണമെന്നുള്ളതാണ് KC വേണുഗോപാലിന്റെ കടുംപിടുത്തം. IC ബാലകൃഷ്ണനെ രമേശ് ചെന്നിത്തല പിന്തുണയ്ക്കുന്നു. IC ബാലകൃഷ്ണൻ മന്ത്രിസഭയിൽ ഉണ്ടായേ പറ്റുകയുള്ളൂ. ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ ഫോർമുലയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് രമേശ് ചെന്നിത്തലയുടെ ആവശ്യം. അങ്ങനെ വരുമ്പോൾ AP അനിൽകുമാർ അവിടെ ദളിത് പ്രതിനിധിയായി ഉണ്ട്. അവിടെ അങ്ങനെ സാമുദായികമായ ഒരു സന്തുലിതാവസ്ഥ ഈ ഒരു 2 വിഷയത്തിൽ AP അനിൽകുമാറിന്റെയും IC ബാലകൃഷ്ണന്റെയും കാര്യത്തിൽ നിലനിൽക്കുന്നു. അതും ഒരു സങ്കീർണ പ്രശ്നമാണ്. ചുരുക്കത്തിൽ ആരൊക്കെയായിരിക്കും കോൺഗ്രസിൽ മന്ത്രിമാർ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ഗവർണറെ കണ്ട് അന്തിമ മന്ത്രി പട്ടിക തയ്യാറാക്കാൻ. ഇവിടെ മറ്റൊരു പ്രശ്നം കൂടി പറഞ്ഞിട്ടുണ്ട്. ലീഗ് 5 മന്ത്രിസ്ഥാനം പ്രഖ്യാപിച്ചെങ്കിലും അത് കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ല. 5ാം മന്ത്രിയെ കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ല. കോൺഗ്രസിന്റെ ഫോർമുല എന്ന് പറയുന്നത് ലീഗിന് 4 മന്ത്രിസ്ഥാനവും മറ്റേതെങ്കിലും ഒരു സ്ഥാനവും കൊടുക്കാം എന്നുള്ളതാണ്. ആ സ്ഥാനം വരുന്നുവെങ്കിൽ MK മുനീറിനെ പരിഗണിക്കുക, അല്ലെങ്കിൽ KPA മജീദിനെ പരിഗണിക്കുക, ഭരണപരിഷ്കാര കമ്മീഷൻ പോലുള്ള ഒരു ഉയർന്ന പദവിയിലേക്ക് ഈ 2 മുതിർന്ന നേതാക്കളെയും പരിഗണിക്കാം എന്നുള്ള ഒരു വാക്കുകൂടി കോൺഗ്രസ് ലീഗിന് നൽകിയിട്ടുണ്ട്. എന്നാൽ ലീഗിന് ഇത് എത്രത്തോളം പ്രാപ്യമാണ് എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. അവർ 5 മന്ത്രിസ്ഥാനത്തിൽ തന്നെ കടുംപിടുത്തം പിടിച്ചു നിൽക്കുകയാണ്. അതിന് പുറമെ MK മുനീറിനും KPA മജീദിനും ആവശ്യമായിട്ടുള്ള ഒരു ഉയർന്ന സ്ഥാനം ലഭിക്കണമെന്നുള്ള കടുംപിടുത്തത്തിലാണ് ലീഗ് നിൽക്കുന്നത്. ഇനി കേരള കോൺഗ്രസിലേക്ക് വന്നാൽ മാണി സി കാപ്പൻ തൻ്റെ കടുംപിടുത്തം തുടരുകയാണ്. ഇന്നലെ മുതൽ മാണി സി കാപ്പൻ ഇടഞ്ഞു നിൽക്കുകയാണ്. ഒരു കാരണവശാലും ടേം വ്യവസ്ഥ അംഗീകരിക്കില്ല. തനിക്ക് 5 വർഷവും പൂർത്തിയാക്കുന്ന ഒരു മന്ത്രിയാകണം എന്ന നിലയിലാണ് മാണി സി കാപ്പൻ ഇന്ന് ഉച്ചവരെ കടുംപിടുത്തം പിടിച്ചു നിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് പാലയിൽ നിന്ന് വിജയിച്ചാൽ കൊടിവെച്ച കാറിൽ താൻ വരുമെന്ന് നേരത്തെ വി ഡി സതീശൻ പറഞ്ഞിരുന്നു. എന്ന് മാത്രമല്ല, ഉയർന്ന ഒരു പദവി
മാണി സി കാപ്പന് ലഭിക്കുമെന്ന് ചെന്നിത്തലയും തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിരുന്നു. അവർ വാക്കു പാലിക്കണമെന്നാണ് ഇപ്പോൾ മാണി സി കാപ്പന്റെ ആവശ്യം. അദ്ദേഹം ഇന്നലെ മുതൽ ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ടേം വ്യവസ്ഥ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ള നിലപാടിൽ മാണി സി കാപ്പൻ എത്തിച്ചേർന്നിരിക്കുന്നു. ജോസഫ് വിഭാഗമാകട്ടെ 2 മന്ത്രിമാരെ കൂടി തങ്ങൾക്ക് വേണം എന്നുള്ള കടുംപിടുത്തവും പിടിക്കുന്നു. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ UDFിലെ മന്ത്രിമാർ ആരെല്ലാമാണ് എന്നതിനെ സംബന്ധിച്ചുള്ള അന്തിമ പട്ടിക ഇതുവരെയും ആയിട്ടില്ല. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ട് ഈ പട്ടിക കൈമാറാൻ. ഇപ്പോഴും ഇവിടെ കൂട്ട അടി നടക്കുകയാണ്. ഒരിടത്ത് പന്തലിടുന്നു, ഒരിടത്ത് കൂട്ടയടി നടക്കുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.